എൽ ഷദായ്, ദൈവം സർവശക്തൻ. എൽ ഷദായ്. ജെറമിയ 17:7. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവൻ ആറ്റുതീരത്തു നട്ട മരം പോലെയാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സെഹിയോൻ ധ്യാനകേന്ദ്രം ഒരുക്കുന്ന വചന ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സേവർക്കാൻ വട്ടാരിച്ചന് കൂട്ടായ്മയിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഇപ്പോൾ കേട്ട വചനം ജെറമിയ പ്രവചനത്തിൽ 17-ാമത്തെ അധ്യായത്തിൻ്റെ 7-ാം തിരുലിഖിതമാണ്. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആറ്റുതീരത്ത് നടപ്പെട്ട മരത്തിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ വേരുകൾ വെള്ളത്തിലേക്ക് ഊന്നി നിൽക്കുന്നത് കൊണ്ട് അതെപ്പോഴും ഫലം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും, അതെപ്പോഴും ഇല തളിർത്തുകൊണ്ടിരിക്കും, അതെപ്പോഴും പുഷ്ടിപ്പെട്ട് നിൽക്കും. ഹല്ലേലൂയ. എന്ന് പറയുന്നത് പോലെ ഒരു ദൈവ പൈതൽ ദൈവത്തിങ്കിലേക്ക് വേരൂന്നി നിൽക്കണം, അവൻ ദൈവത്തെ ആശ്രയിച്ച് നിൽക്കണം. ഹല്ലേലൂയ. ഈ കഴിഞ്ഞ നാളുകളിൽ ദൈവത്തെ ആശ്രയിച്ച് ഫലം ചൂടിയ ഒരു ദൈവ പൈതലിൻ്റെ അനുഭവം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം. ആ വ്യത്യസ്തമായ വാക്കുകളിൽ അത് വായിക്കുന്നതാണ്. എൻ്റെ പേര് അൽക്ക തോമസ്, ഞാനൊരു BSc നേഴ്സാണ്. ദൈവാനുഗ്രഹത്താൽ ഉയർന്ന മാർക്കോടെ ഞാൻ നേഴ്സിംഗ് പാസ്സായ ആളാണ്. അതുകൊണ്ട് ഞാൻ ഓർത്ത് എനിക്ക് എൻ്റെ മാർക്കിൻ്റെ ബേസിൽ പെട്ടെന്ന് ട്യൂട്ടർ ജോബ് കിട്ടുമെന്ന്. പക്ഷേ ജോലി അന്വേഷിച്ച് തുടങ്ങിയിട്ട് ഒരിടത്തു നിന്നും ജോലി കിട്ടിയില്ല. അങ്ങനെ നാളുകളായി വിഷമിച്ചിരിക്കുമ്പോൾ ഏപ്രിൽ അവസാനത്തെ ആഴ്ച അട്ടപ്പാടി സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ഒരു ധ്യാനം കൂടാൻ അവസരം കിട്ടി. ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് ബോധ്യം കിട്ടി, ഞാൻ എൻ്റെ മാർക്കിലാണ് ആശ്രയിച്ചത്, ദൈവത്തിലല്ല എന്ന്. അപ്പോൾ ഞാൻ നിയോഗം വെച്ച ആദ്യ ദിവസം തന്നെ പ്രാർത്ഥിച്ചു, ദൈവമേ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു, ജോലി കിട്ടി ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നേർന്നു. അതിൻ്റെ ഫലമായി ആദ്യത്തെ ദിവസം തന്നെ അച്ഛൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ജോലിക്ക് വേണ്ടി ഒത്തിരി ആഗ്രഹിക്കുന്ന ഒരു മകൾക്ക് ജോലി നൽകി അനുഗ്രഹിക്കുന്നുവെന്ന്. ഞാനത് പൂർണ്ണമായി വിശ്വസിച്ചു. എന്നിട്ട് ധ്യാനം കഴിഞ്ഞ് മൊബൈൽ സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ തന്നെ ആദ്യം വന്ന ഒരു കോൾ ഇൻ്റർവ്യൂവിനുള്ള ഒരു കോൾ ആയിരുന്നു. ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പാസ്സായി, ജോലി കിട്ടി. ധ്യാനം കഴിഞ്ഞപ്പോൾ കൂടാതെ 2 കോളേജിൽ നിന്ന് എന്നെ വിളിച്ച് ഇൻ്റർവ്യൂ പോലും വേണ്ട, എളുപ്പം വന്ന് ജോയിൻ ചെയ്തോളാൻ പറഞ്ഞ് എനിക്ക് അനുഗ്രഹം തന്ന കർത്താവിനെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ. ആ കുട്ടി പറഞ്ഞ ഒരു വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ കുട്ടി മാർക്കിൻ്റെ ബേസിൽ ജോലി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. വചനം കേട്ടപ്പോൾ കുട്ടിക്ക് മനസ്സിലായി, ഞാൻ മാർക്കിലാണ് ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്, എന്നാൽ ദൈവത്തിലാണ് ആശ്രയിക്കുന്നത് ബോധ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ ദൈവവൈദ്യൽ ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ ആറ്റുതീരത്ത് നട്ട മരം പോലെ ആ കുട്ടിയിൽ ദൈവത്തിന് കൃപയൊഴുകി അനുഗ്രഹം പ്രാപിച്ചു. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ വചന ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ നമ്മൾ വലിയ കൂട്ടായ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തെ ആശ്രയിക്കുന്ന മണിക്കൂറാണിത്. ഓരോ വചന ശുശ്രൂഷയും ഓരോ ആരാധന ശുശ്രൂഷയും ദൈവജനം ദൈവത്തെ ആശ്രയിക്കുന്ന നിമിഷങ്ങളാണ്. ഹല്ലേലൂയ. ഇപ്പം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല. ഇപ്പോൾ ഈ വചന ശുശ്രൂഷ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. ആ വ്യക്തികളെല്ലാം സെഹിയോൻ കൂട്ടായ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ സാധിക്കുന്നവർ എഴുന്നേറ്റ് നിൽക്കാം. സാധിക്കുന്നവർ എഴുന്നേറ്റ് നിന്ന് 2 കാര്യങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വലിയൊരു അഭിഷേകം, ദൈവാശ്രയ ബോധം, ദൈവകൃപ നമ്മുടെ ജീവിതത്തിലേക്ക് നിറയപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഉറക്കെ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. കർത്താവേ ആരാധന, 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 ആരാധന. ചേർന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ദൈവമേ, ഇപ്പോൾ ഈ സെഹിയോന്റെ ബലിപീഠത്തിൽ നിന്നുകൊണ്ട്
കർത്താവ് ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ വിവിധ ഭൂഖണ്ഡങ്ങളിലിരുന്ന് ശുശ്രൂഷയെ സംബന്ധിച്ചിട്ടിരിക്കുന്ന ഓരോ ദാസന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. സ്വർഗത്തിൽ നിന്നൊരു പുതിയ അഭിഷേകം തുറന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ ആശ്രയിക്കുന്ന അഭിഷേകം തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവാശ്രയ പത്രം തടസ്സം നിൽക്കുന്ന വചനഗ്രഹം തടസ്സം നിൽക്കുന്ന എല്ലാ അന്ധകാര നിലകളും യേശുവിന്റെ നാമത്തിൽ ഛിന്നമെന്ന് മകട്ടെന്ന് കൽപ്പിക്കുന്നു. ഒരു വിടുതൽ അഭിഷേകം വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങൾ യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. ദുഃഖം, നിരാശ, സങ്കടം, വേദന, വിഷമം, എല്ലാ തരത്തിലും ആധിപത്യങ്ങളും ഇപ്പോൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഹൃദയത്തിന്റെ ഓരോ ആഗ്രഹങ്ങളിലും പരിശുദ്ധാത്മാംശം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വെയിൽ വരുമ്പോൾ മഞ്ഞുരുകുന്നത് പോലെ ഹൃദയത്തിന്റെ ഭാരങ്ങളെല്ലാം ഉരുകട്ടെ, ഹൃദയത്തിന്റെ വേദനകളെല്ലാം മാറട്ടെ, ഒരു പുതിയ അഭിഷേകം ജ്വലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന 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 ആരാധന. പരിശുദ്ധാത്മാവ് വ്യാപരിക്കണമേ, പരിശുദ്ധാത്മാവ് വ്യാപരിക്കണമേ. ആരാധന 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 ആരാധന. കരങ്ങൾ കൂപ്പി വചനത്തിൻ്റെ അമ്മയായ കർത്താവിനെ മാത്രം ആശ്രയിച്ച പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ആശ്വാസം ദൈവത്തിൽ നിന്ന്. പ്രൈസ് ദി ലോർഡ്. ആശ്വാസം ദൈവത്തിൽ നിന്ന്. ഹല്ലേലൂയ. 94 സങ്കീർത്തനത്തിൽ 19 തിരുലിഖിതം വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു: എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിച്ച് വരുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു. പറക്കെ പറയാം ഹല്ലേലൂയ. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ആകുലതകളുടെയും വ്യഗ്രതകളുടെയും ഉത്കണ്ഠകളുടെയും ലോകത്തിലാണ് അനേകർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഏത് ജീവിതാവസ്ഥയിലുള്ളവരാണെങ്കിലും അതിനകത്ത് വ്യത്യാസമില്ല. ഒരു കുടുംബസ്ഥനാണെന്നുണ്ടെങ്കിൽ മകളെ കെട്ടിക്കാനുള്ള വ്യഗ്രത, മക്കളുടെ ജോലിയുടെ കാര്യങ്ങൾ, സാമ്പത്തിക കാര്യങ്ങൾ, രോഗത്ത് ഒരുപാട് തരത്തിലുള്ള ഞെരുക്കങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും. അങ്ങനെ ഇവന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റണില്ല, പ്രാർത്ഥിക്കാൻ പറ്റണില്ല, ഓടി നടക്കുകയാണ്. ഒരുപാട് ആകുലത ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ്. ഹല്ലേലൂയ. കൃഷി ശരിയാകുന്നില്ല, ബിസിനസ് ശരിയാകുന്നില്ല, അങ്ങനെ പലവിധം ആകുലതകൾ വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ ദൈവത്തിന് വചനം പഠിപ്പിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: നിന്റെ ആകുലതകൾ എന്തുമാത്രം വർദ്ധിച്ചു വരുന്നുണ്ടെങ്കിൽ നീ ഭയപ്പെടേണ്ട. കാരണം വചനം പഠിപ്പിക്കുകയാണ്, ദൈവം നൽകുന്ന ആശ്വാസം നിന്നെ ഉന്മേഷവാനാക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഉന്മേഷം കിട്ടാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ലോകം വെച്ച് നീട്ടുന്നുണ്ട്. ചില പരസ്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ ചില കുടിക്കാൻ പറ്റിയ ചില സംഗതികളെ കുടിച്ചു കഴിഞ്ഞാൽ ഉന്മേഷം, 2 സോഡ കുടിച്ചാൽ ഉടനെ ഉന്മേഷം കിട്ടും, അല്ലെങ്കിൽ ഒരു സാധനം കഴിച്ചാൽ ഉന്മേഷം കിട്ടും. അങ്ങനത്തെ പല പരസ്യങ്ങളും കാണുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകം ഉന്മേഷം ഉണ്ടാക്കാൻ വേണ്ടി പല സംഗതികൾ വെച്ച് നീട്ടുന്നുണ്ട്. എന്നാൽ അതൊന്നും ഉന്മേഷം തരികില്ലെന്ന് എഴുതപ്പെട്ട വചനം പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ചില ആൾക്കാരെ കണ്ട് പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ സംസാരിച്ചപ്പോൾ ചില ആൾക്കാർ പറഞ്ഞെങ്ങനെയാണ്: ഞാൻ ഈ മദ്യപാനത്തിലേക്ക് പോകാനുള്ള കാരണം ഹൃദയത്തൊരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാനൊന്ന് കമ്പനി കൂടി ചീട്ട് കളിക്കാൻ വേണ്ടി പോണത് എല്ലാം ഒന്ന് മറക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ചില പ്രത്യേക തരത്തിലുള്ള ബന്ധങ്ങൾ ചെന്ന് ചാടിയത് ഈ കാര്യങ്ങളൊക്കെ ഒരാളോടൊന്ന് ഷെയർ ചെയ്ത് കുറച്ചൊരു ആശ്വാസം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ട ദൈവ പൈതലേ, എഴുതപ്പെട്ട വചനം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്: നീ ആശ്വാസം തേടി അലഞ്ഞ് നടക്കരുത്. നീ ആശ്വാസം തേടി ഈ ലോകം വെച്ച് നീട്ടുന്ന ഒരുപാട് സംഗതികളിലേക്ക് പോകരുത്. പ്രൈസ് ദി ലോർഡ്. കാരണം ആശ്വാസം തേടി അലഞ്ഞ് നടക്കുക എന്ന് പറയുന്നത് ബൈബിൾ വചനപ്രകാരം സാത്താന്റെ പ്രവൃത്തിയായിട്ടാണ് എഴുതപ്പെട്ട വചനം പഠിപ്പിക്കുന്ന കാര്യം. കാരണം മത്തായിയുടെ സുവിശേഷത്തിൽ 12-ാമത്തെ അധ്യായത്തിന്റെ 43-ാം തിരുലിഖിതം വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോകുമ്പോൾ അത് ആശ്വാസം തേടി വരണ്ട സ്ഥലങ്ങളിലൂടെ അലഞ്ഞു നടക്കുന്നു, എന്നാൽ അത് കണ്ടെത്തുന്നില്ല.
അശുദ്ധാത്മാവാണ് ആശ്വാസം തേടി ഒരുപാട് വരണ്ട സംഗതികളൂടെ അലഞ്ഞു നടക്കുന്നത്. നീ ആശ്വാസം തേടി ഈ ലോകത്തിന്റെ ഒരുപാട് തരത്തിലുള്ള വരണ്ട് കിടക്കുന്ന മേഖലയിലൂടെ അലഞ്ഞു നടക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. അത് സാത്താന്റെ പ്രവൃത്തിയാണത്. മറിച്ച് നീ എന്താണ് ചെയ്യേണ്ടത്? എഴുതപ്പെട്ട വചനം പഠിപ്പിക്കുന്ന കാര്യം എങ്ങനെയാണ്? നീ ദൈവത്തിൽ നിന്ന് ആശ്വാസം നേടുക. നീ യേശുവിലേക്ക് വരിക, സമാധാനദായകരിലേക്ക് വരിക. ആശ്വാസം ദൈവത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തു ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ വായിക്കുന്നത് മത്തായി സുവിശേഷം 11-ാമത്തെ അധ്യായത്തിന്റെ 28-ാം തിരുലിഖിതത്തിലാണ്. അവിടെ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു: അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഭാരം വഹിക്കുന്നുണ്ടെന്നും നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നും ഞെരുക്കങ്ങൾ ഉണ്ടെന്നും യേശു ക്രിസ്തുവിന് അറിയാം. അതുകൊണ്ട് അലഞ്ഞ് തെളിഞ്ഞ് പലവിധ മേഖലകളിൽ ആശ്വാസം നേടി പോയി അതിനകത്ത് കുടുങ്ങരുത്. മകരം നീ യേശുവിലേക്ക് വരണമെന്ന് യേശു ക്രിസ്തു തന്നെ പറഞ്ഞിട്ടിരിക്കുകയാണ്. നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവേ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അധ്വാനിക്കുന്നവരെ ഭാരം വഹിക്കുന്നവരായ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ. അവർക്ക് പറയാം ഹല്ലേലൂയ. ഞാൻ ഓർക്കണ്ട് ചില വ്യക്തികൾ വന്ന് കാണുമ്പോൾ പലപ്പോഴും സംസാരിക്കാൻ പറയും, എൻ്റെ അച്ഛാ ഹൃദയത്തിന് ഭയങ്കര ഒരു ഭാരമാണ്, ഹൃദയത്തിന് ഭയങ്കര ഒരു എന്തോ ഇങ്ങനെ ഒന്ന് കെട്ടിക്കിടക്കുന്നത് പോലെയാണ്, ഒന്നും ഇറക്കി വെക്കാൻ പറ്റണില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഇറക്കി വെക്കാനുള്ള സ്ഥലമാണ് യേശു ക്രിസ്തുവിന്റെ സന്നിധി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നുണ്ട്, ചെറുപ്പകാലത്ത് ഒരു ചുമട് എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത്, അത് നല്ല വെയിറ്റുള്ള ചുമടായിരുന്നു. അത് എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് കുറേ മടുത്ത് കഴിഞ്ഞപ്പോൾ അടുത്തൊരു ചേട്ടായി വന്നപ്പോൾ ആ ചേട്ടായി ആ ചുമട് എന്നിൽ നിന്ന് എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസമായി, ഒരു ശ്വാസം നേരെ വിടാറായി എന്ന് പറഞ്ഞതുപോലെ ഇന്ന് നെഞ്ചിൽ ഒരുപാട് തരത്തിലുള്ള ഭാരവും ദുഃഖവും സങ്കടവും വിഷമായിട്ട് നടക്കുമ്പോൾ ഇതെല്ലാം ഏറ്റെടുക്കുന്ന ഒരുവനുണ്ട്. അതാണ് യേശു ക്രിസ്തു. അതാണ് സങ്കീർത്തന പുസ്തകം 55-ാമത്തെ അധ്യായത്തിന്റെ 22-ാം തിരുലിഖിതം വചനം പഠിപ്പിക്കുകയാണ്: നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക. ജീവിത പങ്കാളിയെ കുറിച്ച് ഭാരമുണ്ടോ? മക്കളെ കുറിച്ച് ഭാരമുണ്ടോ? ബിസിനസിനെ കുറിച്ച് ഭാരമുണ്ടോ? ജോലിയെ കുറിച്ച് ഭാരമുണ്ടോ? എന്താണ് നിന്റെ ഭാരം? അത് നീ ചുമന്നുകൊണ്ട് നടക്കരുത്. നീ ക്ഷീണിച്ച് തളർന്നു വീഴും. പകരം ഭാരം ഏറ്റെടുക്കുന്ന ഒരാളുണ്ട്, അതാണ് യേശു ക്രിസ്തു. അവൻ നമ്മുടെ എല്ലാ ഭാരങ്ങളും കുരിശിൽ ഏറ്റെടുത്തവനാണ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹൃദയം തുറന്ന് ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഭാരവും ക്ഷീണവും ദുഃഖവും നിരാശ വരുമ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ സ്വസ്ഥമായിരുന്ന് അത് യേശുവിന് കൊടുക്കണം. അപ്പോൾ കർത്താവ് ഉന്മേഷം കൊണ്ട് നിന്റെ ഹൃദയത്തെ നിറയ്ക്കും. അതാണ് ഞാൻ ഭാരം കർത്താവിന് കൊടുക്കുമ്പോൾ അവിടുന്ന് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നത്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹൃദയം തുറന്ന് പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എഴുതപ്പെട്ട വചനം ഭാരങ്ങൾ മാറ്റാൻ മറ്റൊരു വാതിൽ തുറന്നു തരുന്നുണ്ട്. അത് നമ്മൾ വായിക്കുന്നത് സങ്കീർത്തന പുസ്തകത്തിലാണ്. 119-ാം സങ്കീർത്തനത്തിൽ 52-ാം തിരുലിഖിതം വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു: കർത്താവേ, അങ്ങ് പണ്ടേ നൽകിയ നിയമങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ എനിക്ക് ആശ്വാസം ലഭിക്കുന്നു. ദൈവമേ, അങ്ങ് പണ്ടേ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വചനങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ, നിയമം എന്ന് പറഞ്ഞാൽ വചനമാണ്, വചനത്തെ പറ്റി ചിന്തിക്കുമ്പോൾ എനിക്ക് ആശ്വാസം ലഭിക്കുന്നു. ഹല്ലേലൂയ. ഹൃദയത്തിൽ ഭാരമുണ്ടെങ്കിൽ ഒന്ന്, നീ യേശു ക്രിസ്തുവിലേക്ക് തിരിയുക. 2, നീ വചനത്തിലേക്ക് തിരിയുക. കാരണം ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളോട് കടന്നു പോകുമ്പോൾ കർത്താവ് നൽകിക്കൊണ്ടിരിക്കുന്ന വചനത്തെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ആശ്വാസം നിറയുമെന്നാണ് വചനത്തെ കുറിച്ച് പഠിപ്പിക്കുന്നത്. അത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് ജെറമിയ പ്രവചനത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ജെറമിയ പ്രവചനത്തിൽ 31-ാമത്തെ അധ്യായത്തിന്റെ 9-10 തിരുലിഖിതങ്ങൾ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു: കണ്ണുനീരോടെയാണ് അവർ വരുന്നത്, എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ചു നയിക്കും. ജനതകളെ, നിങ്ങൾ കർത്താവിന്റെ വചനം കേൾക്കുവിൻ. ദൈവം എങ്ങനെയാണ് ആശ്വസിപ്പിച്ച് നയിക്കുന്നത്? വചനം നൽകിക്കൊണ്ടാണ് ആശ്വസിപ്പിച്ച് നയിക്കുന്നത്. അതുകൊണ്ടല്ലേ സഹോദരങ്ങളെ, നമ്മൾ ഒരു വചന ശുശ്രൂഷ സംബന്ധിക്കുമ്പോൾ, ഒരു ധ്യാനത്തിൽ സംബന്ധിക്കുമ്പോൾ, ഇപ്പോൾ ഈ TV-യിൽ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ഭാരങ്ങൾ ഒരുപാട് മാറി വചനം തന്നെ നമ്മൾ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതങ്ങനെ വചനം ആശ്വസിപ്പിക്കുമ്പോൾ 13-ാം തിരുലിഖിതം വീണ്ടും വചനം പഠിപ്പിക്കുകയാണ്: അങ്ങനെ അവരുടെ വിലാപം ആഹ്ലാദമായി മാറും,
അവരെ ദുഃഖമകറ്റി സന്തോഷിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഈ വചനം നമ്മളെ ആശ്വസിപ്പിക്കും. അതൊക്കെ പറയാം ഹല്ലേലൂയ. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഈ വചനം തന്നെ നമ്മളെ ആശ്വസിപ്പിക്കും. എങ്ങനെയാണ് വചനം ആശ്വസിപ്പിക്കുന്നത്? അത് നമ്മൾ വായിക്കേണ്ടത് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 10-ാമത്തെ അധ്യായത്തിന്റെ 44-ാം തിരുലിഖിതത്തിലാണ്. പത്രോസ് വചനം പ്രഘോഷിച്ചുകൊണ്ടിരുന്നപ്പോൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്ന്. അപ്പോ നമ്മളൊരു പ്രത്യേക തരത്തിലുള്ള അവസരം കടന്നു പോകുമ്പോൾ വചനം വായിക്കുമ്പോഴും വചനം കേൾക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് എന്ന് പറയും. പരിശുദ്ധാത്മാവാണ് ആശ്വസിപ്പിക്കുന്നവൻ. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. ഹൃദയം തുറന്ന് ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ നീ ഏത് പ്രശ്നത്തിനാണ് കടന്നു പോയിരിക്കുന്നത്, ആ പ്രശ്നത്തിൽ നിനക്ക് ആശ്വാസം തരുന്ന എഴുതപ്പെട്ട ആയിരക്കണക്കിന് വചനങ്ങളുണ്ട്. ആ വചനത്തെ കുറിച്ച് ധ്യാനിക്കണം. ആ വചനം നിന്റെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. അപ്പൊ സംഭവിക്കുന്ന കാര്യം, ആ വചനം നിന്നെ കൂടെ ആശ്വസിപ്പിക്കും. അതുകൊണ്ടാണ് സങ്കീർത്തനം പറഞ്ഞത്, അങ്ങ് പണ്ടേ പറഞ്ഞു വെച്ചിരിക്കുന്ന വചനങ്ങളെ കുറിച്ച് ധ്യാനിക്കുന്നത് കൊണ്ട് എനിക്ക് ആശ്വാസം ലഭിക്കുന്നുവെന്ന്. അതുകൊണ്ട് ആശ്വാസം തേടി എല്ലാം ഒന്ന് മറക്കാൻ വേണ്ടി സിനിമയ്ക്ക് പോകുന്നതുകൊണ്ട് കാര്യം നടക്കും വിചാരിക്കരുത്. 2 ദിവസം കയറി ഇതൊന്നും ഓർക്കാം എന്നൊന്ന് മറക്കാൻ വേണ്ടി 2 ദിവസം വെറുതെ കിടന്ന് ഉറങ്ങിന്ന് വിചാരിച്ച് ഈ ഭാരം നിങ്ങൾ വിചാരിക്കരുത്. ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിയുമ്പോൾ ആ ഭാരം അങ്ങനെ തന്നെ ഉണ്ടാവും. സിനിമ കണ്ടിറങ്ങി ഇറങ്ങുമ്പോൾ ആ ഭാരം അങ്ങനെ തന്നെ ഉണ്ടാവും. പറഞ്ഞ് മദ്യപിച്ച് കഴിഞ്ഞാൽ അതിനെ കെട്ടുവിട്ട് കഴിഞ്ഞാൽ ആ ഭാരം അങ്ങനെ തന്നെ ഉണ്ടാവും. എന്നാൽ നീ യേശുവിലേക്ക് വന്നാൽ, വചനത്തിലേക്ക് വന്നാൽ അത് പരിപൂർണമായി നീക്കം ചെയ്യപ്പെടും സഹോദരങ്ങളെ. ഹല്ലേലൂയ. വീണ്ടും നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ ഭാരവും നീക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ മറ്റൊരു മാർഗം പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നമ്മൾ വായിക്കുന്നത് പ്രഭാഷകന്റെ പുസ്തകത്തിലാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 49-ാമത്തെ അധ്യായത്തിന്റെ 10-ാം തിരുലിഖിതം വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു: 12 പ്രവാചകന്മാരുടെ അസ്ഥികൾ കുടീരങ്ങളിൽ നിന്ന് പുനർജീവിക്കട്ടെ. അവർ യാക്കോബിന്റെ ജനത്തെ ആശ്വസിപ്പിക്കുകയും ഉറച്ച പ്രത്യാശ നൽകി രക്ഷിക്കുകയും ചെയ്യട്ടെ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നമുക്ക് മുമ്പ് മരണം വരിച്ച് വിശുദ്ധരായി തീർന്ന വിശുദ്ധാത്മാക്കളോടുള്ള കൂട്ടായ്മ നമ്മളെ ആശ്വസിപ്പിക്കുമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ജെറമ്യാ, യേശയ്യാ തുടങ്ങിയ പ്രവാചകന്മാര്, പത്രോസ്, പൗലോസ്, സ്ലീഹന്മാര്, നമ്മുടെ ഈ നൂറ്റാണ്ടിൽ വിശുദ്ധ അൽഫോൻസാമ്മ, വാഴ്ത്തപ്പെട്ട യൂപ്രാസ്യാമ്മ, ചാവറ പിതാവ്, വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ എന്ന് തുടങ്ങി പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വിശുദ്ധാത്മാക്കളുടെ എല്ലാ സ്മരണയും ഓർമ്മയും നമ്മളെ ആശ്വാസത്തിന് നീരൊഴുക്കിലേക്ക് നയിക്കും. അതുകൊണ്ടാണ് ഹെബ്രായ ലേഖനം വചനം പഠിപ്പിക്കുന്നത്. ഹെബ്രായ ലേഖനത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ 1-ാം തിരുലിഖിതം ഹെബ്രായർ 12:1 നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന എല്ലാ പാപവും ഭാരവും നമുക്ക് നീക്കിക്കളയാം. നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടി തീർക്കാം. നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മുടെ ഹൃദയത്തിലുള്ള ഭാരം നമുക്ക് നീക്കിക്കളയാം. എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? ആ പറഞ്ഞതിന് അർത്ഥമുണ്ട്, ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭാരം എന്ത് തന്നെയാണോ, പ്രതിസന്ധി എന്ത് തന്നെയാണോ, അതേ പ്രതിസന്ധിയിലൂടെ എല്ലാം കടന്നു പോയവരാണ് വിശുദ്ധാത്മാക്കൾ. ഇന്ന് നമ്മൾ വലുതായി കാണുന്ന ഏറ്റവും വലിയ സംഗതി, ഏറ്റവും വലിയ ഭാരം, ഏറ്റവും വലിയ പ്രതിസന്ധി എന്ത് തന്നെയായാലും ആ പ്രതിസന്ധികളിലൂടെ എല്ലാം കടന്നുപോയി പിടിച്ചെന്നവരാണ് വിശുദ്ധാത്മാക്കൾ. അവരുടെ സഹായം നമുക്കൊരു കൂട്ടായ്മയാണ്. അതുകൊണ്ടാണ് നമ്മളെ ഭാരപ്പെടുത്തുന്ന ഏത് ഭാരവും നമുക്ക് നീക്കിക്കളയാം. കാരണം അവർ നമ്മുടെ സഹായത്തിനുണ്ട്. അതാണ് പ്രഭാഷകൻ പറഞ്ഞത്, പ്രവാചകന്മാരുടെ അസ്ഥികൾ, വിശുദ്ധാത്മാക്കളുടെ അസ്ഥികൾ നമ്മളെ ആശ്വസിപ്പിക്കുമെന്ന് പറയാൻ കാരണം. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ വിശുദ്ധരുടെ ജീവചരിത്രം വായിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ ആശ്വാസം തന്നെ. കാരണം നമ്മൾ പോയതിനേക്കാൾ വലിയ പ്രതിസന്ധിയിലൂടെ അവർ കടന്നു പോയിട്ടുണ്ട്. അവരെല്ലാം ദൈവത്തിൽ നിന്ന് ആശ്വാസം തേടി നിലനിന്നതിൻ്റെ അനുഭവ കുറിപ്പുകളാണതെല്ലാം. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആശ്വാസം തേടി അലയരുത്. മറിച്ച് എന്താണ് ചെയ്യുന്നത്? 1, യേശുവിലേക്ക് വരിക. 2, വചനത്തിലേക്ക് തിരിയുക. 3, വിശുദ്ധരുടെ കൂട്ടായ്മ തേടുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എഴുന്നേറ്റ് നിൽക്കാം. ഈ സമയത്ത് കർത്താവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. കർത്താവ് ഒരു സ്ഥലത്തേക്ക് നമ്മുടെ ഭാരങ്ങളെല്ലാം കൊടുക്കാം. ആശ്വസിപ്പിക്കുന്ന വചനങ്ങൾ പഠിക്കണം സഹോദരങ്ങളെ. നമ്മൾ പോയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയി വിശുദ്ധാത്മാക്കൾ നമ്മൾ പരിചയപ്പെടണം. ഇതെല്ലാം ബൈബിൾ വെച്ച് തരുന്ന മാർഗ്ഗങ്ങളാണ്. ഒരു ആശ്വാസത്തിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. ഇപ്പോൾ ആശ്വാസം പ്രാപിക്കുന്നതിനേക്കുപരി ഈ ആശ്വാസത്തിൻ്റെ വാതായനങ്ങൾ തുറന്നു തരണമെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. എഴുന്നേറ്റ് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ദൈവമേ, ഇപ്പോൾ വിദൂരസ്ഥരും സമീപസ്ഥരുമായിരിക്കുന്ന മുഴുവൻ ദൈവജനത്തെ കണ്ട് പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. ഓ ദൈവമേ, ഈ സഖിയോൻ ധ്യാന കേന്ദ്രത്തെ ആത്മീയ നേതൃത്വ സേവർക്കാർ വട്ടാലച്ചന്റെ കൂട്ടായ്മയിൽ, ഈ സഖിയോന്റെ മുഴുവൻ കൂട്ടായ്മയിൽ വിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവമേ. ഇപ്പോൾ ഓരോ ഹൃദയങ്ങളെ സ്പർശിക്കണമെന്ന് കർത്താവ്. ആശ്വാസം തേടി അലഞ്ഞു നടക്കാതെ കർത്താവിന്റെ സന്നദ്ധയിൽ സ്വസ്ഥമായിരുന്ന് ഭാരമേൽപ്പിച്ച് ആശ്വാസം പ്രാപിക്കുന്ന അഭിഷേകം നിറയട്ടെ കർത്താവ്. ഓരോ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ എഴുതപ്പെട്ട വചനത്തിലേക്ക് തിരിഞ്ഞ് ആശ്വാസം പ്രാപിക്കുന്ന ഒരു കൃപ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, ഓരോ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ അതേ അവസ്ഥകളിലൂടെ കടന്നുപോയി വിശുദ്ധാത്മാക്കളെക്കുറിച്ചുള്ള ഓർമ്മ ഓരോരുത്തരും ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, ഒരു പുതിയ ജ്വലനം ഓരോരുത്തരുടെ ഹൃദയത്തിൽ നിറയട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു. ആരാധന, 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 ആരാധന. പ്രൈസ് ദി ലോർഡ്. ആശ്വാസം ദൈവത്തിൽ നിന്ന്. എൽ ഷദായ്. കാരുണ്യനാഥ നമിക്കുന്നു ഞങ്ങൾ, സ്നേഹസ്വരൂപനെ വാഴ്ത്തുന്നിതാ. ദിവ്യകാരുണ്യനാഥ നമിക്കുന്നു ഞങ്ങൾ, സ്നേഹസ്വരൂപനെ വാഴ്ത്തുന്നിതാ. അപ്പത്തിൻ രൂപത്തിൽ വാഴുന്ന ദൈവമേ ആരാധിച്ചിടുന്നു ഞങ്ങൾ. അപ്പത്തിൻ രൂപത്തിൽ വാഴുന്ന ദൈവമേ ആരാധിച്ചിടുന്നു ഞങ്ങൾ. ദിവ്യകാരുണ്യനാഥ നമിക്കുന്നു ഞങ്ങൾ, സ്നേഹസ്വരൂപനെ വാഴ്ത്തുന്നിതാ. ജീവന്റെ അപ്പമേ വാഴ്ത്തുന്നു നിന്നെ, ആരാധനാസ്തുതിയേകിടുന്നു. ജീവന്റെ അപ്പമേ വാഴ്ത്തുന്നു നിന്നെ, ആരാധനാസ്തുതിയേകിടുന്നു. ദിവ്യകാരുണ്യത്തിൽ സത്യമായി എഴുന്നേൽക്കുന്ന കർത്താവിൻ്റെ മുമ്പിലേക്ക് ഹൃദയത്തിൻ്റെ ആകുലതകളും വിഷമങ്ങളും ദുഃഖങ്ങളും നിരാശയും സങ്കടവും വേദനയും എല്ലാം സമർപ്പിക്കട്ടെ. ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ നീക്കി ഉന്മേഷം നൽകുന്നവൻ യേശുക്രിസ്തു മാത്രമാണ്. ഈ ലോകത്തിലുള്ള ഒന്നിനും അതിന് കഴിയുകയില്ലെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. ഹൃദയത്തിൻ്റെ ഓരോ ഭാരം ഇപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുക. യേശുവേ, അവിടുന്ന് ഏറ്റെടുക്കുന്ന വിടുതൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ആരോടും പറയാതെ ഹൃദയത്തെ സൂക്ഷിച്ചിരിക്കുന്ന ഓരോ അവസ്ഥകളും ഇപ്പോൾ കർത്താവിന് സന്നിധിയിൽ തുറന്നു വയ്ക്കുക. 119 സങ്കീർത്തനത്തിൽ വചനം പഠിപ്പിക്കുന്നു, ഞാൻ എൻ്റെ അവസ്ഥ വിവരിച്ചപ്പോൾ കർത്താവ് എനിക്ക് ഉത്തരമരുളി. ഹൃദയത്തിൻ്റെ ഓരോ അവസ്ഥകളും കർത്താവിന് സന്നിധിയിൽ വിവരിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് നമ്മളെ ആശീർവദിച്ച് വിടിവെച്ച് ആശ്വസിപ്പിക്കുന്ന സമയമാണ്. കരങ്ങൾ ഉയർത്തി എല്ലാവരും ചേർന്ന് കർത്താവിനെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു ആരാധന, 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 ആരാധന. ഓ കർത്താവേ, ഇപ്പോൾ കുടുംബങ്ങൾ തകർച്ചിരിക്കുന്ന കുടുംബങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ. രോഗികൾക്ക് ഇപ്പോൾ ആശ്വാസം ലഭിക്കട്ടെ. വേദനയുള്ളപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പൈശാചിക പീഡിക്കുന്ന വിടുതൽ പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, ആരോടും തുറന്ന് പറയാൻ പറ്റാത്തവർ ഹൃദയത്തിന് ഭാരവുമായിരിക്കുന്ന ഓരോ കുടുംബങ്ങളും വ്യക്തികളും ദേശങ്ങളും വംശങ്ങളും ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന. യേശു ആരാധന, 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 ആരാധന. വാഴ്ത്തുന്നു നിന്നെ, ആരാധനാസ്തുതിയേകിടുന്നു. എൽ ഷദായ്.